നല്ല മരണം. ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു. പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു. അവസാനത്തെ വാക്കായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോ അതിന് ജവാബായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന തസ്ബീഹ് മാല താഴേക്ക് വീഴുകയും ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്യുന്നു. ശംസുൽ ഉലമ. അള്ളാഹു അവരെ കൂടെ നമ്മളെ ദർജ, അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഇതാണ് നല്ല മരണം എന്ന് പറഞ്ഞാൽ. എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാൽ 4 ആളോട് പറയാൻ മാത്രമേ ഉണ്ടാവും. എന്തോ ഒരു മരണമായിരുന്നു എന്നറിയോ? പാടത്ത് പണിയെടുക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് കയറി വന്നു. വീട്ടുകാരിയോട്, കുടിക്കാരത്തിയോട് ചോദിച്ചു, മറിയമോ ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളമാണ് കൊടുത്തപ്പോൾ അതാണ്ട് കുടിച്ചിങ്ങാണ്ട് കട്ടിലും അങ്ങനെയാണ് കയ്യും കാലും തേച്ചെങ്ങാണ്ട് പോയിട്ടാണ് കടന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചെല്ലിയാണ്ട് മൗത്തായിന്ന് മനുഷ്യന്മാരോട് പറയുമ്പോൾ എന്തൊരു ചൊറുക്കുണ്ട്. അതാണ് നല്ല മരണം എന്ന് പറഞ്ഞാല്. അത് ഗുരുവിനെ ആദരിച്ചവനുണ്ടാവും. ഗുരുവിനെ നിസാരമാക്കിയവന് ചീത്ത മരണം ഉണ്ടാവും. എന്താ ചീത്ത മരണം എന്ന് പറഞ്ഞാല്? ചീത്ത മരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മൂപ്പർക്ക് കൊണക്കെട് എന്ന് ചോദിച്ചു. ആ ഒന്നിപ്പോ പറയണ്ടായിരുന്നു. എങ്ങനെ മൂപ്പര് മരിച്ചത് എന്ന് ചോദിച്ചു. അതൊന്നിപ്പോ ജിന്നോട് ചോദിക്കണ്ടായിരുന്നു. മരിച്ചു പോയില്ലേ, നമ്മളെന്തിനാ അപ്പൊ അതൊക്കെ പറയണത് എന്ന് പറഞ്ഞ ആൾക്കാർ ഒഴിഞ്ഞു. എങ്ങനെ മൂപ്പര് മരിച്ചതെന്ന് പറയണില്ല. എന്നാ അതിൻ്റെ അർത്ഥം എന്താണ്? ചീത്ത മരണം. നല്ല മരണം ഗുരുവിനെ ആദരിച്ചവനുള്ളതാണ്. നല്ല മരണം ഗുരുവിനെ ആദരിച്ചുള്ളതാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തഅ്ളീമു മാ അള്ളമല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിസ്സാരമാക്കിയതിനെ നിസ്സാരാക്കുക. പള്ളി കയറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പള്ളിയിൽ കയറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പള്ളിയിൽ കയറിയിട്ട് നജീസാക്കിയാൽ മുർത്തദ്ദാവും. മുസാഫ് എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മുസാഫ് എടുത്തുങ്ങാണ്ട് മ്ലേച്ഛമാക്കിയാൽ അവൻ മുർത്തദ്ദാകും. തന്നെ അദബിന് വലിയ പ്രാധാന്യമുള്ള ശരീഅത്താണിത്. അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കണം. ഗുരുവിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും ആദരിക്കണം. ബഹുമാനമില്ലാത്ത ആൾക്ക് ഒരു ഉപകാരം കിട്ടൂല എന്നാ. മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ചങ്ങായിമാരെ ഇങ്ങോട്ട് നോക്കി, മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്കി. ഈ വണ്ടി പോയിക്കോട്ടെ എന്ന്. വണ്ടി ഇപ്പം നമ്മൾ ഇവിടെ ആകെ ഒരു അത്ഭുത ജീവി മാത്രമേ ഉള്ളൂ, അത് ഞാനാകുന്നു. വേറെ അത്ഭുത ജീവികളൊന്നും, ബാക്കി നിങ്ങളെപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ഇവിടെ ആകെ ഒരു അത്ഭുത ജീവി മാത്രമേ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ, അത് ഞാനാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നെ നോക്കിയാൽ മതി. വേറെ ഉള്ളതൊക്കെ എൻ്റെ വേറെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കാച്ച നോക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ഈ ഉമ്മത്തിൽ ആദരവിന് വലിയ പ്രാധാന്യമുണ്ട്. ഇൽമ് ബഹുമാനിക്കണവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇൽമ് എന്ന് മാത്രമല്ല, ഏത് സാധനങ്ങളും അങ്ങനെയാണ്, ബഹുമാനിക്കണതിന് മാത്രമേ കിട്ടുക. ഞാനിങ്ങനെ പല സ്ഥലത്തും പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ ഒരിക്കൽ ഈ ചങ്ങരംകുളത്തിൻ്റെ അടുത്ത് പെരുമുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു. ചങ്ങരംകുളത്തുനിന്ന് പിന്നെ രേശം ഉള്ളോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ് പെരുമുക്ക് പറഞ്ഞത്. അവിടെ ഒരു പഴയ മൊല്ലാക്കുണ്ട്, മുഹമ്മദ് മൊല്ലാക്ക എന്ന പേര്. പേര് മൊല്ലാക്കാന്നായതുകൊണ്ട് ആള് മോശമാണെന്ന് വിചാരിക്കണ്ട. കക്കിടിപ്പുറ പോക്കരോലിയരൊപ്പം ജോലി ചെയ്ത ആളാണ് മുഹമ്മദ് മൊല്ലാക്ക. അപ്പം ഈ പിന്നെ അവിടെ ഇങ്ങനെ ഈ റമദാൻ മാസം ആയാൽ ആൾക്കാർ ചായക്കായി തരും. ചായ കുടിച്ചാൽ കായ് തരും, തോനെ കൊടുന്നു തരും. അപ്പോൾ അതിങ്ങനെ കട്ടിലുമ്മ വെക്കലാണ് സാധാരണ പതിവ്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും. അങ്ങനെയാണ്. കട്ടിലുമ്മ ഇങ്ങനെ തലക്കിൻ്റെ ചോട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ അവർക്ക് മൊല്ലാക്കൻ്റെ റൂമുക്ക് വന്നു. മൊല്ലാക്ക റൂമുക്ക് വന്നപ്പോൾ ഈ പൈസ അങ്ങനെ കൂടി വെച്ചത് കണ്ടപ്പോൾ മൊല്ലാക്ക എന്നോട് പറഞ്ഞു, ഉസ്താദേ, ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല. ഇതിങ്ങനെ അലക്ഷ്യമായി ഇടരുത്, അത് അതിനെ ഇൻസൾട്ട് ചെയ്യലാണ്. നിങ്ങൾ അതിനെ ബഹുമാനത്തോടു കൂടെ എടുത്തു വെക്കണം. ബഹുമാനിക്കാത്ത ഒരു സാധനവും ജീവിതത്തിൽ ഉപകാരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പേന താഴെ വീണാൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ടെടുക്കണം. ഒരിക്കലും പേന കാലുകൊണ്ടെടുക്കരുത്. കാരണം
ഇൽമിന്റെ ഒന്നാമത്തെ വഴിയായി ഖുർആൻ പരിചയപ്പെടുത്തിയത് പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. ഇമാം ഷാറാനി പറഞ്ഞു, കിതാബിനെ ബഹുമാനിക്കണം. മന്നാല് തലക്ക് വെച്ച് ഉറങ്ങരുതേ, മുഞ്ചിത് തലക്ക് വെച്ച് ഉറങ്ങരുതേ എന്നർത്ഥം. ചിരിച്ചവർക്കൊക്കെ മനസ്സിലായി എന്ന് മനസ്സിലാകുന്നുണ്ട്. ചിരിച്ചവർക്ക് വേഗം മനസ്സിലാവും. അത് നമ്മളൊക്കെ ദർസ് പഠിച്ച ആൾക്കാരാണ്. മന്നാല് തലക്ക് വെക്കരുത്, അതിലുള്ളതുകൊണ്ട് വേറെ ഉണ്ടാവില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. തലക്കൊക്കെ ഉള്ള സാധനം വേറെ തന്നെ അല്ലേ, ഒന്നുമില്ല ഇഷ്ടിക എടുത്ത് വെച്ചാളി, അത് തലക്ക് വെക്കാനുള്ളതല്ല. ബഹുമാനിക്കാത്തൊരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല. പള്ളിയെ ബഹുമാനല്ലെങ്കിൽ പള്ളി കൊണ്ടോനെ അതൊരു കാര്യം കിട്ടൂല. വാപ്പാനെ ബഹുമാനല്ലെങ്കിൽ വാപ്പാനെ കൊണ്ടൊരു കാര്യമില്ല. ഇമ്മാനെ ബഹുമാനല്ലെങ്കിൽ ഇമ്മാനെ കൊണ്ടൊരു കാര്യമില്ല. വാഹനത്തോട് ബഹുമാനമില്ലെങ്കിൽ ആ വണ്ടിയോന് ഉപകാരം ചെയ്യൂല. നോട്ട് പുസ്തകത്തെ ബഹുമാനമില്ലെങ്കിൽ ആ നോട്ട് കൊണ്ടോന് കാര്യമില്ല. മൊബൈലിനെ ബഹുമാനമില്ലെങ്കിൽ ആ മൊബൈലോന് ഉപകാരം ചെയ്യൂല. ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല. അതുകൊണ്ട് ആദരവ് നമ്മൾ നല്ലോണം പഠിക്കണം. അത് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. തഅ്ളീമു മാ അല്ലാഹ്. എന്തേ സഫ എന്ന് പറഞ്ഞത് ഒരു കുന്നാണ്, മർവ എന്ന് പറഞ്ഞത് വേറൊരു മലയാണ്. എന്താ ആ രണ്ട് മലന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടണത്? പഴയ കാലഘട്ടത്തിൽ അടിമ സ്ത്രീയായിരുന്ന ഒരു സ്ത്രീ, പിന്നീട് സ്വതന്ത്രയായ ഒരു സ്ത്രീ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഒരു മഹദി, ആ രണ്ട് മലന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിയിട്ടുണ്ട്. തഅ്ളീമു മാ അല്ലാഹ്. അല്ലാഹ് ഈ ഇതിന്റെ ഉദാഹരണം പറഞ്ഞോട് തന്നെ പറഞ്ഞത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്നാണ്. സഫയും മർവയും അള്ളാഹുവിൻ്റെ ഷിആറാണ് എന്നാണ്. ഷിആറ് പാലിക്കണം. മൂല്യന്മാരെ ഷിആറ് പാലിക്കണം. അത് വളരെ പ്രധാനമാണ്. മേലാറ്റൂർ അങ്ങാടി കൂടെ നാളെ ഉച്ചക്ക് 1 മണിക്ക് ജീൻസ് പാൻറ്റും ടീഷർട്ടും ഇട്ടുങ്ങാണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഇസ്ലാം ദീനിന്ന് പുറത്തു പോകുന്നില്ല, ഔറത്ത് മറയാതിരിക്കൂല, നിക്കരിച്ചാ സഹിയാവാതിരിക്കൂല, അടുത്തുള്ളിച്ച കുത്തു പോകാൻ പറ്റൂല. സംഗതി ഹറാമായതുകൊണ്ടല്ലാന്ന്. ഓരോ മനുഷ്യന്മാർക്കും യോജിക്കണ ഒരു കോലുണ്ട്, ആ കോലയെ കെട്ടാൻ പാടുള്ളൂ, അലങ്കോലം കെട്ടരുത്. അവനാനോട് യോജിക്കുന്ന കോലയല്ലേ കെട്ടാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരേ കോലം പറ്റൂല. എല്ലാവർക്കും കൂടി ഒരേ കോലല്ലല്ലോ. മുത്തഅല്ലിമിന് മുത്തഅല്ലിമിൻ്റെ കോലം, ആലിമിന് ആലിമിൻ്റെ കോലം, മുദരിസിന് മുദരിസിൻ്റെ കോലം. വളരെ പ്രധാനമാണ്. വേഷം വളരെ പ്രധാനമാകുന്നു. അതങ്ങനെ തന്നെയാണ്. കാലിക്ക് കാലിൻ്റെ വേഷം പറ്റും. അങ്ങനെ ഓരോരുത്തരും. അപ്പം ആലിമിൻ്റെ സ്വീകരിക്കണം, ആലിമിൻ്റെ വേഷം സ്വീകരിക്കണം. അത് വളരെ പ്രധാനമാണ്. അത് ഷിആറാണ്. ഒരാളെ കണ്ടാൽ അറിയണം ഓൻ എന്താണ് ആള് എന്നറിയണം. അതിനനുസരിച്ചുള്ള വേഷം സ്വീകരിക്കണം. ഈ വേഷത്തോട് ബഹുമാനം ഉണ്ടാവണം, ആദരവുണ്ടാവണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലപ്പാവ് ധരിച്ചിരുന്നു. ഇടക്ക് തൊപ്പി മാത്രമായി ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഹദീസിൽ കാണാം. പക്ഷെ എപ്പോഴും ഇല്ല. ഇടക്ക് തൊപ്പി മാത്രം ധരിച്ചിട്ടുണ്ട്. തൊപ്പി ധരിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലപ്പാവ് ധരിക്കലായിരുന്നു നബി തങ്ങളുടെ സ്ഥിരമായ രീതി. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിലുള്ളതായി പറയുന്നു. നബി തങ്ങൾക്ക് 3 തൊപ്പിയുണ്ട്, 3 കോലത്തിലുള്ളായിരുന്നു. അങ്ങനെ തന്നെ ആക്കണം. അതിനാണ് ഇഷ്ക് എന്ന് പറയാം. ഇഷ്ക് ഉണ്ടായതിൻ്റെ ശേഷമാണ് ഇത്തിബാ. ഇത്തിബാ ഉണ്ടായിട്ട് ഇഷ്കല്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുല്ലാഹ്. ഹുബ് ആദ്യം വരേണ്ടതാണ്, ഇത്തിബാ പിന്നെ വരുള്ളൂ. അതുകൊണ്ട് ആദ്യം ഹുബ് വരണം. ഇത്തിബാ ഉണ്ടായിട്ട് ഹുബ് വരിക എന്നുണ്ടാവില്ല. ഹുബ് വന്നിട്ട് ഇത്തിബാ എന്നുള്ളത് ഉണ്ടാവുള്ളൂ. മറ്റേത് അവകാശവാദം ഉണ്ടാവും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവകാശവാദം ഉണ്ടാവും, ഞങ്ങൾക്ക് ഇത്തിബാ ഉണ്ട് എന്ന്. അതുകൊണ്ടൊരു കാര്യമില്ല. സംഗതി അങ്ങനെയാണോ അല്ലേ എന്നുള്ളതാണ് തീരുമാനിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിക്കപ്പെടണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ജീവിതത്തിൽ കാണണം. നബി തങ്ങളെ നമ്മൾ ഉറക്കത്തിൽ കാണണം. നബി തങ്ങളെ നമ്മൾ പഠിക്കണം. പഠിച്ചേമേലെ വീണ്ടും പഠിക്കണം. എത്ര പഠിച്ചാലും തീരൂല.
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് തീരൂല. നബിതങ്ങളെ കുറിച്ച് നമുക്കുള്ള വിജ്ഞാനം ഉറയിലിട്ട വാള് പോലെയാണ് എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഉറയിലിട്ട വാള് പോലെയാണ്, ഉറയിലിട്ട വാള് പോലെയെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലോണം മൂത്രയിക്കാൻ മുട്ടുന്നവരൊക്കെ പൊയ്ക്കോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒപ്പം മൂത്രയിക്കാൻ മുട്ടിയാൽ എനിക്കും മുട്ടും. അപ്പോൾ പിന്നെ ആകെ പ്രശ്നമാവും. ഒരു അഷ്റഖ് ചൊല്ലിക്കാണ് എല്ലാവരും. അഷ്റഖൽ ബദ്റു അലൈന വഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. തങ്ങൾ ഇവിടുന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞു, മുത്താലിമീങ്ങളെയും മദ്രസ മൗലവിമാരെയും നേരാക്കാനാണ് വലിയ പ്രയാസം എന്ന് പറഞ്ഞു. സ്റ്റേജിൽ ഇരുന്നപ്പോഴേ നമ്മളതും നേരാക്കുന്ന ആളാണ്, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, വേറുള്ളതൊക്കെ ഞാൻ ഏറ്റു. ബഹുമാനം വളരെ പ്രധാനമാണ്. ആദരവില്ലാത്തൊരു കാര്യം ജീവിതത്തിൽ ഉപകാരമില്ലാതെയാവും. അതുകൊണ്ട് കിതാബിനെ ബഹുമാനിക്കണം, നോട്ട് പുസ്തകത്തെ ബഹുമാനിക്കണം, കടലാസിനെ ബഹുമാനിക്കണം, പേനയെ ബഹുമാനിക്കണം, പണത്തെ ബഹുമാനിക്കണം, തലപ്പാവിനെ ബഹുമാനിക്കണം, വെള്ളവസ്ത്രത്തെ ബഹുമാനിക്കണം. ബഹുമാനം ഉണ്ടെങ്കിൽ ഉപകാരം ഉണ്ടാവും. ബഹുമാനിക്കാത്ത ഒന്നും ഉപകാരം ഉണ്ടാവില്ല എന്നാ. മക്കളെ ബഹുമാനിക്കണമെന്നാണ്, എന്നാലേ മക്കളെ കൊണ്ട് കാര്യം കിട്ടുള്ളൂ. ചെക്കനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് പറയും വാപ്പ. ചെക്കനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. മകനെ ബഹുമാനിച്ചാലേ മകനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. കേരളത്തിലെ സയ്യിദന്മാർ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. ചെറിയ കുട്ടിനെ പോലും നിങ്ങൾ എന്നാ വിളിക്കുക. അല്ലാത്തവർക്ക് എന്തുകൊണ്ടാണ് അറിയില്ല, ഇല്ലാതായി പോയിട്ടുണ്ട്. ചെറിയ കുട്ടികളെ പോലും നന്നായി ബഹുമാനിക്കും. ബഹുമാനമുള്ളതേ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവുള്ളൂ. ബഹുമാനമില്ലാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരമില്ല. ഡ്രൈവറെ ബഹുമാനം ഉണ്ടെങ്കിൽ ഡ്രൈവറെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അങ്ങനെ ഞാൻ ഓരോന്നും പറഞ്ഞാൽ ഓരോന്നും പറയേണ്ട, ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞതിനോട് ഖിയാസാക്കിയാൽ മതി. ഖിയാസാക്കാൻ അല്ലെങ്കിൽ ഇന്നേക്കാൾ വലിയ മുടുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബാക്കിയൊക്കെ ഖിയാസാക്കിയാൽ മതി. ബഹുമാനം പോയാൽ എല്ലാവരുടെയും ഉപകാരം നഷ്ടപ്പെടുന്നതാണ്. പിശാച് ഒരു മനുഷ്യനിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം ബഹുമാനത്തെ എടുത്തു കളയലാണ്. ശൈത്താൻ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ വിചാരിച്ചാൽ ആദ്യം ചെയ്യുക അവൻ്റെ കൽബിൽ നിന്ന് ബഹുമാനത്തെ എടുത്തു കളയുന്നതാണ്. ആദ്യത ചെയ്യുക. എന്ത് പള്ളി, എന്ത് ദർസ്, എന്ത് മൗലിദ്, എന്ത് റബീഉൽ അവ്വൽ 12, ബഹുമാനാണ് ആദ്യം കളയാം. 1400 കൊല്ലമായിട്ട് മുസ്ലിം ലോകം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ആബിദ് തങ്ങൾ വരുന്നുണ്ട്. ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളെയും ഒക്കെ ദുആക്ക് ഇജാബത്തുള്ളവരിൽ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള ഇഷ്ടം മുത്തുനബിയുടെ ഷഫാഅത്തിന് അള്ളാഹു നമുക്ക് സബബാക്കി തരട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ പിശാച് സ്വാധീനിക്കാൻ തീരുമാനിച്ചാൽ ആദ്യമായിട്ടുണ്ടാകുക, ഒരു മനുഷ്യനെ ശൈത്താൻ സ്വാധീനിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ഉണ്ടാകുക ഓൻ്റെ നാവുമ്മേ ഇൻസൾട്ട് ചെയ്യിക്കുക എന്ന പ്രവർത്തനം ഉണ്ടാക്കും. മുഅല്ലമായ ഔസാഫുകൾ, മുഅല്ലമായ അസ്മാവുകൾ, മുഅല്ലമായ അൽഫാദുകൾ ഇതിനെ ആദ്യം മോശാക്കും. ഉണ്ട് എന്നാണ് സാധനം. 10 ശൈത്താൻ്റെ പരിപാടിയാണ്. മുഅല്ലമായ അൽഫാദുകൾ, മുഅല്ലമായ ഔസാഫുകൾ, മുഅല്ലമായ ആളുകൾ ഇത് ഇൻസൾട്ട് ചെയ്യുക. ഒരാൾ ബാത്റൂമിൽ കുറച്ച് തേന നേരം പോയിരുന്നാണ്ട് കുറ്റിട്ടാണ്ടിരുന്നു. മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം കേട്ടാൽ.
ഒരാൾ കക്കൂസ് പോയിട്ട് കുറച്ച് തോന്നെ നേരെ ഇരുന്നാൽ എന്താ ഓന അവിടെ പോയിട്ട് ഈത്തിക്കാഫ് ഇരിക്കണത്. ഈ ഈത്തിക്കാഫ് പറഞ്ഞ എന്താ പരിപാടി? ഞങ്ങൾ ചിരിച്ചാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ശൈത്താൻ എങ്ങനെ വരുന്നത് ശരിക്കും മനസ്സിലാക്കിയാൽ മൂല്യന്മാരും മുത്തല്ലിമീങ്ങളും ഷെയ്പ്പാക്കലാണ് ഇപ്പോഴത്തെ ശൈത്താൻ്റെ ഏറ്റവും വലിയ പരിപാടി. മൂപ്പർ അതിൽ PhD ഒക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. മൂല്യന്മാരെ ഷെയ്പ്പാക്കാൻ തോണ്ട മാന്ത അതൊക്കെയാണ് ഇപ്പോൾ പരിപാടികൾ. ചീത്ത അപ്പോൾ മൂല്യന്മാരെ ഷെയ്പ്പാക്കണത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനിട്ടോ. എല്ലാം കൂടി ഒന്നും ഇവിടെ പറയേണ്ടതല്ല, പല കാരണമുണ്ട്. ഒന്ന്, തിന്നണത് തൃപ്തിയില്ലാത്ത സാധനമായാൽ ശൈത്താൻ തോണ്ടും. അതെന്താ പറഞ്ഞു? ഇന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ കമ്മിറ്റി കയറി. അപ്പോൾ ഞാനൊക്കെയാണ് വലിയ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ. കമ്മിറ്റി കയറിയിട്ട് ആദ്യത്തെ തീരുമാനം മഹല്ലിലെ എല്ലാ വീട്ടിലും ചെലവ് വേണം തീരുമാനിച്ചു. അങ്ങനെ ഒരാൾ ചെലവ് കൊടുക്കുകയാണെങ്കിൽ പണ്ടാറടക്കാൻ ഇന്നിപ്പോൾ പള്ളിക്കല മൂലയുടെ ചെലവാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് ആട് തന്നിട്ടും കാര്യമില്ല. സംഗതി പണ്ടാറടക്കുക തിന്നാൽ പൊരുത്തമില്ലാത്ത മുതൽ തിന്നരുത്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതുതന്നെയാണ്. അന്ന് പട്ടിണി കിടന്നാലും അത്ര കുഴപ്പമുണ്ടാവില്ല. പൊരുത്തമില്ലാത്തത് തിന്നരുത്, പൊരുത്തമുള്ളത് മാത്രം തിന്നുക. ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ബഹുമാന എഴുത്തുകളെയാണ് ആദ്യം ചെയ്യുക. നമ്മൾ ഒരുപാട് മുഅല്ലമായ അൽഫാദ് പഠിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ആസ്ഥാനത്താണ്ട് ഉപയോഗിക്കലാണ് ശൈത്താൻ ചെയ്യണ ആദ്യത്തെ പണി. ഒരുപാട് അൽഫാദുകൾ നമ്മൾ പഠിക്കും. എല്ലാം മുഅല്ലമായ അൽഫാദായിരിക്കും. ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, തബാറക്കല്ലാ, ഇതൊക്കെ മുഅല്ലമായ അൽഫാദുകളാണ്. അത് അസ്ഥാനത്ത് ഉപയോഗിക്കുക. മോശപ്പെട്ട ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണ്, ഇജ്ജ് വലിയൊരു ഔലിയപ്പാപ്പ, ആ ലഫ്ള് ഓനെ പറ്റി പറയാനുള്ള ലഫ്ളല്ല. ഇത് ശൈത്താൻ ചെയ്യുന്ന വലിയൊരു പണിയാണ്. മുഅല്ലമായ അൽഫാദുകൾ അസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് ശൈത്താൻ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി. രണ്ടാൾക്കാർ തമ്മ തെറ്റി, എടാ ചേറ്റ എനിക്ക് ഞാൻ കാണിച്ചു തരാറുന്നു. ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിൽ എന്നാണ് അർത്ഥം. ചെറിയ വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്ത് വന്ന 99% അമ്പിയാക്കളും മൗലിയാക്കളും താമസിച്ച വീടിനാണ് ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റാണ് ഉപയോഗിച്ചത്. തന്നെ സംഗതി. അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞു. എന്തായാലും അന്ന് പോകാൻ കഴിയൂല എന്ന് ഉറപ്പാണ്. എങ്ങനെ ഇപ്പം മോത്ത് നോക്കിയിട്ട് വരൂല എന്ന് പറയാ. ഇൻഷാ അല്ലാ ഞാൻ വരാട്ടോ. ഇൻഷാ അല്ലാ അവിടെ പറയാനുള്ള സാധനമല്ല. വൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഇൻഷാ അല്ലാ എന്തായാലും പോകാൻ കഴിയൂലെന്ന് തോന്നുമ്പോൾ പറയാനുള്ളതാ ഇൻഷാ അല്ലാ. എന്തായാലും പോകണം തീരുമാനിച്ചിട്ട് പറയാനുള്ളതല്ല ഇൻഷാ അല്ലാ. കഴിയൂലെങ്കിൽ കഴിയൂല എന്ന് പറഞ്ഞാൽ പോരെ. ഈ പണിയാണ് ശൈത്താൻ ആദ്യം മൂലന്മാരെ കൊണ്ട് ചെയ്യിക്കുക. മുഅല്ലമായ അൽഫാദുകൾ, മുഅല്ലമായ അസ്മാവുകൾ, മുഅല്ലമായ ഔസാഫുകൾ സ്ഥാനം തെറ്റിയാണ് ഉപയോഗിപ്പിക്കും. അങ്ങനെയാണ് കയറണത്. ശൈത്താൻ ഒരു മനുഷ്യന്റെ മേത്ത് കയറുമ്പോൾ ആദ്യം നാവുമ്മ കയറും. നാവുമ്മയാണ് ആദ്യം കയറുക. നാവ് പേച്ചാൽ എല്ലാം പേച്ചു. ഓൻ ആദ്യം പേച്ചതും നാവാണ്. ശൈത്താൻ ഇബ്ലീസിനെ ലഅനത്തുല്ലാഹി അലൈഹി ഓൻ ആദ്യം പേച്ചത് നാവായിരുന്നു. അതുകൊണ്ട് നാവാണ് പേച്ചാൽ എല്ലാം പേക്കും. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. തമാശക്ക് പോലും മുഅല്ലമായ അൽഫാദുകൾ അസ്ഥാനത്ത് ഉപയോഗിക്കരുത്. അങ്ങനെയാണ് കയറുക. അതാണ് ചെയ്താൽ ഓൻ ചെയ്യണ ഏറ്റവും വലിയ അദബുകേടായിരിക്കും അത്. പിന്നെ എന്ത് പഠിച്ചാലും ഓൻ്റെ തലേക്കാണ് കയറൂല. തലേക്ക് കയറൂല എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള തരത്തിൽ കയറൂല എന്നാണ് ഞാൻ പറയണത്. ഉപകാരമുള്ള തരത്തിൽ കയറൂല അത് തന്നെ. മൂപ്പരൊക്കെ ഇപ്പം എന്നാ ഇപ്പം നിക്കാരം തുടങ്ങിയതെന്ന് നമ്മക്കറിയാലോ. തുടങ്ങിയില്ലേ? തുടങ്ങിയാൽ മതിയല്ലോ. എന്നാ എന്താ അള്ള പറയില്ലല്ലോ ആ വർത്താനം. അള്ളാഹുത്തേല ഇജിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ വയസ്സായിട്ടാ തുടങ്ങിയതില്ലെന്ന് അള്ള ചോദിക്കൂല. എൻ്റെ കുട്ടി ഇജ് എപ്പോഴേലും തുടങ്ങിയല്ലോ, എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായി എന്നാണ് അള്ള പറയാ. അത് നമ്മളും പറയണ്ടേ? അത് നമ്മളും പറയണല്ലോ. പള്ളിക്കണ്ട് പ്രായമായിട്ട് കുജിക്ക് കാല് നീട്ടിയപ്പോൾ നിക്കരിച്ചാൽ വന്ന കുറച്ച് ആൾക്കാർ വന്നില്ലേ? അല്ല വന്നല്ലോ ആൾക്കാർ. കാല് നീട്ടിയോ നീട്ടിയില്ലെന്ന് നമ്മളാ തീരുമാനിക്കണ്ട്. വന്നില്ലേ? അതുകൊണ്ട് ആദ്യം മനസ്സിലാകേണ്ടത്, നമ്മൾ ഒരു വസ്തുവിനെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ പഠിച്ചാൽ ഈ ദീനി നമ്മക്കാണ് പഠിഞ്ഞു. ഈ ദീനി നമുക്ക് പഠിഞ്ഞു. ഈ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം തഅലീമുമാ അള്ളമല്ലയാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ഞാൻ പറഞ്ഞത് ബദറാണ്. ബദറിൻ്റെ മുമ്പ് കുടിച്ചോരും സ്വർഗത്തിലുണ്ട്, ബദറിൻ്റെ ശേഷം കുടിക്കാത്തവരും സ്വർഗത്തിലുണ്ട്. അത് ബദറിന് ശേഷമാണ് അള്ളാഹു തആല കള്ള് നിരോധിച്ചത്. നിരോധിച്ചതിന് ശേഷം കുടിക്കാനും പറ്റൂല, നിരോധിക്കുന്നതിന് മുമ്പ് കുടിച്ചതിന് കുഴപ്പമില്ല. തന്നെ അള്ളാഹു ബഹുമാനിച്ചോ അള്ളാഹു നിസ്സാരമാക്കിയോ ഇത് പ്രധാനമാണ്.
അതുകൊണ്ട് അള്ളാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, അള്ളാഹു നിസ്സാരമാക്കിയവനെ നിസ്സാരമാക്കണം. ഹദീസുകളൊന്നും പലപ്പോഴും നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാകണില്ല. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല. ഈ വലുപ്പം ചെറുപ്പം എങ്ങനെ തീരുമാനിക്കുക? വയസ്സോണ്ട, പൈസോണ്ട, വണ്ടിൻ്റെ വലുപ്പ, നീളം കൂടിയത്, അങ്ങനെ അതിനിപ്പോൾ ഈ വലുപ്പം ചെറുപ്പം തീരുമാനിക്കൽ എല്ലാം കൊണ്ടുമാണ്. എല്ലാം കൊണ്ടുമാണ്, ഒന്നുകൊണ്ട് മാത്രമൊന്നുമല്ല. ഏതുകൊണ്ട് വലിയ ആളും ഏതുകൊണ്ട് ചെറിയ ആളെയോടും കാരുണ്യം കാണിക്കണം. ചെറിയ ആൾ, ഇത് സംഗതി ഒന്നാണ്. ഈ പറഞ്ഞ രണ്ട് സാധനം ഒന്നാണ്. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കാരുണ്യം കാണിക്കുക എന്ന സാധനം ഒന്നാണ്. നമ്മളിപ്പോൾ ഈ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു കുട്ടി ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ സദസ്സിൽ സ്ഥലമില്ല, സീറ്റില്ല, കസാലല്ല. ഒരാൾ ആ കുട്ടിക്ക് ഒരു കസാല കൊടുത്താൽ അതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. ഒരു വയസ്സം വന്നു, അപ്പം സ്ഥലമില്ല, ഒരാൾ കസാല കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. അമല് രണ്ടും ഒന്നാണ്, പേര് രണ്ടാണ്. അമല് കൊണ്ട് രണ്ടും ഒന്നാണ്, പേര് കൊണ്ട് രണ്ടാണെന്നേ ഉള്ളൂ, സാധനം രണ്ടും ഒന്നാണ്. അതുകൊണ്ട് വലിയവരോട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കുട്ടികളോടും ചെയ്യാൻ പറ്റൂല, കുട്ടികളോട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും വലിയവരോടും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം, ഇൽമിനെ ബഹുമാനിക്കണം, ഇൽമിൻ്റെ അഹ്ലുകാരെ ബഹുമാനിക്കണം, ഇൽമിൻ്റെ വേഷത്തോട് ബഹുമാനം ഉണ്ടായിരിക്കണം, പള്ളിയോട് ബഹുമാനം ഉണ്ടാവണം. ബഹുമാനമില്ലാത്ത ഒരു സമയം, നമ്മൾ അധിക സമയം പള്ളിയിൽ ചിലവാക്കുന്ന ആൾക്കാരാണ്, അധിക സമയവും പള്ളിയിൽ ചിലവാക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് പള്ളിയോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ പള്ളിയിൽ ചിലവാക്കാൻ പറ്റൂ. കള്ളിത്തുണി എടുത്തോട്ടി, പക്ഷേ കീറിയത് എടുക്കരുത്, നല്ല എടുക്കണം. കള്ളിത്തുണി എടുത്തോളി, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കീറിയതൊന്നും എടുക്കരുത്, നല്ല എടുക്കണം. 3 കാര്യങ്ങൾ നിർബന്ധമായും മുത്തഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, 5-6 നേരം പല്ലേക്കണം. 5 നിക്കാരത്തിൻ്റെ കൂടെയും രാത്രി ഉറങ്ങണ നേരത്തും നിർബന്ധമായും പല്ലേക്കണം. 2ാമത്തെ കാര്യം, കിടക്കണ സമയത്ത് വിരിപ്പ് നന്നായി വിരിച്ച് മാത്രം കിടക്കണം. എങ്ങനെയെങ്കിലും കവുങ്ങ് വെട്ടിയിട്ട മാതിരി കിടക്കരുത്. വിരിപ്പ് നന്നായി വിരിച്ച് സൈഡൊക്കെ തിരികെ വെച്ചിട്ട് വേണം കിടക്കാൻ. നീച്ചാൽ പുതപ്പ് മടക്കി തലയണം അങ്ങനെ മേലെ വെക്കണം. നിങ്ങളും ചെയ്തു നോക്കിയും ആ പള്ളി ദർസും ആ ഹോസ്റ്റലും കാണാൻ എന്തൊരു ചൊറുക്കുണ്ടാവും എന്നറിയോ. വിരിപ്പ് നന്നായിട്ട് വിരിച്ചു വെക്കുക, പുതപ്പ് മടക്കിയും വെക്കുക. ആര് കണ്ടാലും ഏതാ ഇവിടുത്തെ മുദരിസ്ന്ന് ചോദിക്കും. ചെയ്യണം. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, എന്തിന് നേരമില്ലെങ്കിലും ഉറങ്ങാൻ പോകുമ്പോൾ കയ്യും കാലും നല്ലോണം തേച്ചേക്കി വൃത്തിയാക്കി ഒരു ഒലൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിപ്പിൽ ചെന്നിരുന്നിട്ട് ഒരു ഫാത്തിയും ഇഖ്ലാസും മോവ്യത്തിനും ഓതിയിട്ട് കയ്യിൽ ഒതുങ്ങാണ്ട് ശരീരം മൊത്തം തടവണം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചെല്ലണം. ഒരായത്തുൽ കുർസി ഓതണം. ബിസ്മിക റബ്ബി ചൊല്ലിയിട്ട് വലത്തോട്ട് തിരിഞ്ഞിടന്നാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ്ട് ഉറങ്ങണം. 1, 6 നേരം പല്ലേക്കണം. 2, വിരിപ്പ് നന്നായിട്ട് വിരിച്ച് മാത്രം ഉറങ്ങണം. കഴിഞ്ഞാൽ പുതപ്പ് മടക്കി ഉഷാറാക്കിയിട്ട് വെക്കണം. 3ാമത്തേത്, ഉറങ്ങാൻ ചെല്ലുമ്പോൾ കയ്യും കാലും തേച്ചേക്ക് ഒതുണ്ടാക്കിയിട്ട് ദിക്റും സലാത്തും ചൊല്ലിയിട്ട് കിടക്കണം. ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടലും പിരിയലും ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലായി കബൂലാക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും, എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം.